ഉറപ്പായിട്ടും കേരളം വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമാണെന്ന് മാത്രമല്ല, കേരളം കൊള്ളില്ല എന്ന് പറയുന്നവരെ ഒരിക്കലും ഈ നാട്ടിൽ നിർത്തുപോലും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് പറയിപ്പിക്കുന്നത് ഒരു വലിയ ലോബിയാണ്. ഈവൻ ഇവിടെ രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നു, 38 വർഷമായിട്ട് ഇന്ന് വരെ ബന്ദിൻ്റെ ദിവസം പോലും ഇവിടെ അടച്ചിടാൻ ഇട വന്നിട്ടില്ല. ഡെന്റിസ്ട്രി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജർമ്മനി, അതുപോലെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് വളർന്നിരിക്കുന്നത്. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഈ യാത്രകളും ഈ ആധുനിക സാങ്കേതിക വിദ്യയും ഒക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു? ആവശ്യക്കാരന് ഔചിത്യബോധം ഇല്ലെന്ന് പറയുമല്ലോ. തീർച്ചയായും. പുതിയതായി ബിസിനസ് തുടങ്ങാൻ വരുന്ന, കേരളത്തിൽ ബിസിനസ് ആരംഭിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ കേരള വ്യവസായത്തിന് പറ്റിയൊരു അന്തരീക്ഷമാണ് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? 100% ഉറപ്പായിട്ടും കേരളം വ്യവസായത്തിന് പറ്റിയ അന്തരീക്ഷമാണെന്ന് മാത്രമല്ല, കേരളം കൊള്ളില്ല എന്ന് പറയുന്നവരെ ഒരിക്കലും ഈ നാട്ടിൽ നിർത്തുപോലും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് പറയിപ്പിക്കുന്നത് ഒരു വലിയ ലോബിയാണ്. അത് നോർത്ത് ഇന്ത്യൻ ലോബിയാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വ്യവസായങ്ങളൊന്നും വരരുത്, ഈ നാട് നന്നാകരുത്. എൻ്റെ സാറേ, എന്തുമാത്രം നല്ല വ്യവസായങ്ങളുണ്ട് ഇവിടെ. ഈ സാറിപ്പോൾ ഇതിന് മെനക്കെടാൻ ഇടയായി. ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് 10 പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എത്ര വലിയ വലിയ ചാനലുകളും വലിയ വലിയ മാധ്യമപ്രവർത്തകരും ഇവിടെയുള്ള നല്ല വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരത് പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പറയട്ടോ, 38 വർഷം മുമ്പ് ഡെൻകെയർ തുടങ്ങി. നാളിതുവരെ ഒരു ചെറിയ ഒരു തൊഴിൽ തർക്കമോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തിനു പറയുന്നു? ഈവൻ ഇവിടെ രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നു, 38 വർഷമായിട്ട് ഇന്ന് വരെ ബന്ദിൻ്റെ ദിവസം പോലും ഇവിടെ അടച്ചിടാൻ ഇട വന്നിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടില്ല. ചിലപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തുറന്നതെന്നൊക്കെ ചോദിച്ചു വരും. അവരോട് വളരെ സമചിത്തതയോടെ ഞങ്ങൾ വിളിച്ചിട്ട്, ഇതാണ് കാര്യം, ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. പല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ടെമ്പററി ആയിട്ട് പല്ല് വെച്ച് കൊടുത്തില്ലെങ്കിൽ പൊളിച്ചിട്ട് അവർക്ക് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞാൽ, പിന്നെ 24 മണിക്കൂറല്ല, ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണല്ലോ ചെയ്യണം. മരവിപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല്ലൊന്ന് ബ്രഷ് ചെയ്താൽ പൊളിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്, ക്രൂരതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തുറന്നത്. മുഴുവൻ ആളുകൾ വന്നിട്ട് വന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഏറ്റവും സൗമ്യമായി അവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് വരെ ഒരു പ്രശ്നവും ആരും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പാർട്ടിക്കാരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായി സത്യം. ഗവൺമെൻറ്റിൻ്റെ ഇത്ര വലിയൊരു ബിസിനസ്സിനോട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള നിലപാട് എന്താണ്? ഒരു ഗവൺമെൻറ്റും നാളിതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. തടസ്സങ്ങളൊന്നും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. പ്രോത്സാഹനം ഉണ്ടോ അവരുടെ ഭാഗത്ത്? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ രീതിയിൽ തുറന്നു പറഞ്ഞാൽ, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി അദ്ദേഹം ശരിയായിട്ട് ഏത് വിധേനയും ഇവിടെ ഇൻഡസ്ട്രികൾ കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നൊരു വ്യക്തിത്വമാണ്. ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ബിസിനസ്സുകാരുടെ മീറ്റിങ്ങിൽ തുറന്ന് പല അഭിപ്രായങ്ങളും ചോദിച്ചാൽ, ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കുകയും അത് നടപ്പിലാക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് രാജീവ് സാർ. ഈ 4000-ലധികം ജീവനക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ MBA പഠിക്കുകയോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു മറുപടി പറയാൻ. അല്ല, ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ബന്ദിൻ്റെ അന്ന് പോലും ജോലി ചെയ്യാൻ ആൾക്കാർ തയ്യാറാവുന്നുണ്ട് എന്ന് പറഞ്ഞു. പല സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അഥവാ അവർ സ്ഥാപനത്തെ ബഹുമാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ചിന്ത, അഥവാ ഞങ്ങളുടെ ടോപ്പ് മാനേജ്മെൻറ്റ് മനസ്സിലുള്ള ചിന്ത, ഞങ്ങൾ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, സാറേ, ഏറി വന്നാൽ ഒരു 3 പല്ലുണ്ടാക്കാൻ കഴിയും ഒരു ദിവസം. അവരുള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ സ്ഥാപനം നിലനിന്ന് പോണത്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക എന്നുള്ളതും അവരെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതും
ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ശരിയാണ്, തീർച്ചയായും. അതുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് ബഹുമാനിക്കുന്നു. ഞാൻ മീൻസ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് അവരിങ്ങോട്ട് സ്വന്തം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എത്രയോ ആളുകളുണ്ട് സ്വന്തം പോലെ. എന്നേക്കാൾ ആത്മാർത്ഥതയോടെന്ന് പറയുകയാണെങ്കിൽ അതുപോലും ഒരിക്കലും ഒരു അധികപ്പറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും. ഈ ഡെൻകെയർ 38 വർഷം മുമ്പ് തുടങ്ങുന്നതിനേക്കാൾ ഈ വ്യവസായം ഒത്തിരി അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. അതായത് 38 വർഷം മുമ്പ് ഡെൻകെയർ തുടങ്ങുന്നതിനേക്കാൾ ഈ മേഖല ഒട്ടേറെ വളർന്നിട്ടുണ്ട്. ആധുനികമായ ഒട്ടേറെ സാങ്കേതിക വിദ്യ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു? അത് ഞാൻ പറഞ്ഞാൽ, ഈ ഡെൻകെയർ തുടങ്ങുമ്പോൾ ആകെ 2 പ്രോഡക്റ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. മെറ്റൽ കൊണ്ട് പല്ലുണ്ടാക്കുക, അതായത് മെറ്റൽ കൊണ്ട് കവർ ഉണ്ടാക്കി പൊട്ടിപ്പോയ പല്ലിനെ ക്യാപ്പ് ചെയ്യുക എന്ന് പറയും. അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ല് ചെറുതാക്കിയിട്ട് ഇനാമിൽ ഗ്രൈൻഡ് ചെയ്ത് 2 മുതൽ 2 മില്ലിമീറ്റർ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ചെറുതാക്കിയിട്ട് അതിനകത്ത് പല്ല് ഉറപ്പിച്ച് വെക്കുക. അത് അകത്ത് മെറ്റൽ വെച്ചിട്ട്, ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിൽ അകത്ത് മെറ്റലിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറമെ പ്ലാസ്റ്റിക് കൊണ്ട് കവറിങ് കൊടുക്കുക. എന്നാൽ 91 88 തുടങ്ങിയെങ്കിലും 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ ഏതെല്ലാം കോൺഫറൻസുകളുണ്ടോ, ലോകത്ത് എന്തെല്ലാം ഡെൻറ്റിസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അറിയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയും ധാരാളം യാത്രകൾ ചെയ്യുകയും ചെയ്തു. എവിടെയെല്ലാം ട്രെയിനിങ്ങുകൾ കിട്ടുമോ അതെല്ലാം അറ്റൻഡ് ചെയ്തു. ഒട്ടും അതിശയോക്തിയില്ലാതെ പറഞ്ഞാൽ ഒരു 400-450 പ്രാവശ്യമെങ്കിലും ജർമ്മനിയിൽ മാത്രം യാത്ര ചെയ്തിട്ടുണ്ട്. ജർമ്മനിയാണ് ഇതിൻ്റെ ഏറ്റവും ഈ ഡെൻറ്റിസ്ട്രി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജർമ്മനി. അതുപോലെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് വളർന്നിരിക്കുന്നത്. അഥവാ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം വരുന്നത്. എന്തെല്ലാം ലോകത്തിൽ ഡെൻറ്റിസ്ട്രിയിൽ വന്നാൽ അതെല്ലാം എത്രയും വേഗം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ള എൻ്റെ അടങ്ങാനാവാത്ത ആഗ്രഹം. അതുകൊണ്ട് ധാരാളം യാത്രകൾ ചെയ്തു. പുതിയ എന്തെല്ലാം സാങ്കേതിക വിദ്യകളാണ് വരുന്നത്, എത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് വന്നു കഴിഞ്ഞാലും അതിവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്നൊക്കെ ഈ പല്ല് ഇപ്പോൾ ഒരു 10-40 കൊല്ലം മുമ്പ് 80കളിലെ കാര്യം പറയുകയാണെങ്കിൽ, അന്ന് അളവെടുക്കണമെങ്കിൽ താഴെയും മുകളിലും ഇതിനൊരു പ്രത്യേക ട്രേ ഉണ്ട്. ഓരോ ജോയുടെ അനുസരിച്ച്, ലോവർ ജോ, അപ്പർ ജോ, അതിനനുസരിച്ച് അതിൻ്റെ ആകൃതിയിൽ തന്നെയുള്ള ട്രേ ഉണ്ട്, ഇംപ്രഷൻ ട്രേകൾ. അതിനകത്ത് ഒരു പ്രത്യേക ഇംപ്രഷൻ കോമ്പൗണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അളവെടുക്കും. വിവിധങ്ങളായ, അതിന് മുമ്പുള്ള കാലങ്ങളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് അളവെടുക്കുമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കോമ്പൗണ്ട് ഉണ്ട്, അത് വെച്ച് എടുക്കുമായിരുന്നു. പിന്നീട് വന്നപ്പോൾ ആൾജിനേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ച് അത് താഴെ മുകളിലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പേഷ്യൻ്റെ മൗത്തിൽ ഇങ്ങനെ 2 മിനിറ്റ് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആ അളവ് കിട്ടും, അച്ച് കിട്ടും. അതിനകത്ത് ഡൈ സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ, ഒരു ജിപ്സം ആണ്. ആ ജിപ്സം കലക്കി ഒഴിച്ച് അതൊരു നിശ്ചയ അളവിൽ മിക്സ് ചെയ്ത് അതിനകത്ത് ഒഴിച്ച് അങ്ങനെ സ്റ്റോൺ മോഡൽ ഉണ്ടാക്കിയെടുക്കും. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇലാസ്റ്റോമെറിക് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ റബ്ബർ ബേസ് ഇംപ്രഷൻ. ആദ്യം ഞാൻ പറഞ്ഞതെല്ലാം 1 മണിക്കൂറിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്റ്റോൺ മിക്സ് ചെയ്ത് ഒഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനകത്ത് ചേഞ്ച് വരും. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ റബ്ബർ ബേസ് ഇലാസ്റ്റോമെറിക് ഇംപ്രഷൻ എന്ന് പറയും. അത് 24 ഹവേഴ്സിനുള്ളിൽ പോർ ചെയ്താലും മതി, മോഡൽ ഉണ്ടാക്കി എടുത്തുവെച്ചാൽ മതി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി. ഈവൻ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഏതാണ്ട് 70% ഡിജിറ്റൽ ഇംപ്രഷനായിട്ട് മാറി. ഇൻട്രാ ഓറൽ സ്കാനർ എന്ന് പറയും. ബാക്കിയകത്ത് സ്കാൻ ചെയ്യാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് താഴത്തെയും മുകളിലത്തെയും ജോ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം. അത് കമ്പ്യൂട്ടറിനകത്തേക്ക് STL ഫയലാക്കി വിട്ട് കഴിഞ്ഞാൽ അമേരിക്കയിലിരുന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എടുക്കുന്ന ആ അളവ് ഇംപ്രഷൻ, ആ സ്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് അയക്കാം. 3-4 മിനിറ്റിൽ ഇവിടെ വരും. ആ STL ഫയൽ നേരെ 3D പ്രിൻ്ററിലേക്ക് കൊടുത്താൽ 3D പ്രിൻ്റ് ചെയ്ത് മോഡൽ കിട്ടും. എങ്ങനെയാണോ ഇപ്പോൾ സാറിൻ്റെ ഒരു മൗത്തിൻ്റെ ഇംപ്രഷൻ എടുക്കണമെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ 3D പ്രിൻ്റ് മോഡലായിട്ട് വന്നു കഴിയും. ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ ഡെൻകെയർ ഉൾക്കൊള്ളുന്നു എന്നാണ് അർത്ഥം. എന്തെല്ലാം സാങ്കേതികവിദ്യ, ഈ രംഗത്ത് എന്തെല്ലാം വന്നിട്ടുണ്ട്, മുഴുവൻ ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് തന്നെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഡെൻറ്റിസ്ട്രിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത്, ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് മാത്രമല്ല ഏഷ്യയിൽ പോലും എന്ത് വന്നാലും ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് നമ്മളായിരിക്കും.
അതിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. ഈ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഈ യാത്രകളും ഈ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു? സാറേ ഇതെല്ലാം ആവശ്യക്കാരന് ഔചിത്യബോധം ഇല്ലെന്ന് പറയുമല്ലോ. തീർച്ചയായും. ഞാൻ അത് രസകരമായൊരു കഥയിലൂടെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ 91, 92 കാലഘട്ടത്തിൽ വിദേശയാത്ര ചെയ്യാൻ ആരംഭിച്ചു. ജർമ്മനിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മലയാളികളാണ് ഇത്രയും ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്നവരുള്ളൂ, അന്നും ഇന്നും. അന്നൊക്കെ ജർമ്മനിയിൽ ഞാൻ ചെല്ലുമ്പോൾ ഇവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയിട്ടില്ല. അവിടെ ഫോർട്ട് കൊച്ചി എന്നുള്ള നേവിയുടെ അവിടെയാണ്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൽ. അതിൽ യാത്ര ചെയ്ത് മുംബൈ ചെല്ലും. മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് പോകും. അവിടുന്ന് ടാക്സി എടുത്ത് പോകണമെങ്കിൽ, നിശ്ചിത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 4000 രൂപ കൊടുക്കണമെന്നിരിക്കട്ടെ. ആ സ്ഥാനത്ത് ഒരു 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ പോവാം. ഞാൻ പലപ്പോഴും ടാക്സി എടുത്ത് പോയി പോക്കറ്റ് കാലിയാവുന്നു. ഞാനോടത്ത് ട്രെയിൻ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിൽ പോകാമെന്ന് കരുതി ഒരിക്കൽ അവിടെ ചെന്നു. എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് മുക്കിയും മൂളിയൊക്കെ പറഞ്ഞ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സംസാരിച്ചു. ഒരൊറ്റ മനുഷ്യർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ അവർക്കറിയാവൂ. എനിക്ക് പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. ഒന്നും മനസ്സിലാവില്ല. അവർ ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ പറയുള്ളൂ. ഞാൻ പരാജയപ്പെട്ടു. അവിടുന്ന് തിരികെ ടാക്സിയിൽ കയറി ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ടാക്സി വിളിച്ച് തന്നെ പോകേണ്ടി വന്നു. പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചു, 100 വരെ ഒന്ന് എണ്ണാൻ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ 100 വരെ എണ്ണാൻ പഠിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫോറിനർ ജർമ്മനിയിൽ നിന്ന് ഒരാൾ വന്നു നിൽക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏതെങ്കിലും വേണാട് എക്സ്പ്രസ് 11ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ 11 അക്കം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് 11 മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. അതെ. അങ്ങനെ ചിന്തിച്ച് ഞാൻ ടാക്സി കയറിയിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. കൈകൊണ്ടൊക്കെ ആംഗ്യമൊക്കെ കാണിച്ച് ഇതെന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. മലയാളത്തിൽ ഞാൻ എഴുതിയെടുത്തു. അങ്ങനെ എഴുതിയെടുത്ത് 1 മുതൽ 100 വരെ എയിൻ സ്വൈ ദ്രൈ ഫിയർ ഫിൻവ് സെക്സ് സീബൻ ഓക്സ് നൈൻ സെയിൻ എൽഫ് സൊൽഫ് ദ്രൈസൻ ഫിയസൻ ഫിൻസൻ സെക്സൻ സീപ്സൻ ഓക്സൻ നൈൻസൻ സ്വാൻസിക് 20. എയിൻ ഉണ്ട് സയൻസിക്, സ്വൈ ഉണ്ട് സയൻസിസ്, ദ്രൈ ഉണ്ട് സയൻസിസ്, ഫിയർ ഉണ്ട് സയൻസിക്, ഫിൻഫ് ഉണ്ട് സയൻസിസ്, സെക്സ് ഉണ്ട് സയൻസിസ്, സീബൻ ഉണ്ട് സയൻസിസ്, ഓക്ട് ഉണ്ട് സയൻസിസ്, നോയിൻ ഉണ്ട് സയൻസിസ്, ദ്രൈസിക് 30. ഫിയസിക്, ഫിൻസിക്, സെക്സിക്, സീപ്സിക്, ഓക്സിസ്, നോയിൻസിക് 100. ഇഷ് ബിൻ ടെക്നിക്കർ ഓഫ് കൗഫ്മാൻ. ഇതെല്ലാം ഞാൻ ടാക്സിക്കാരോട് ചോദിച്ചാണ് 100 വരെ എണ്ണാനൊക്കെ പഠിച്ചത്. ഇതെല്ലാം സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. അതാണ് പറഞ്ഞത്, അത്യാവശ്യക്കാരന് ഔചിത്യബോധമില്ല. ഏത് വിധേനയും എനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള അടങ്ങാനാവാത്ത ആഗ്രഹമാണ്, അഥവാ ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ്, അഥവാ ഒരിക്കലും നിരന്തരമായ പരിശ്രമം. അതിലൂടെ ഉയർന്നു വരാൻ ആർക്കും കഴിയുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ 10ാം ക്ലാസ് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ പിന്നീട് ഡെൻ്റൽ ലാബ് തുടങ്ങിയതിന് ശേഷം ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. ഞാനൊരു സർട്ടിഫൈഡ് ഡെൻ്റൽ ടെക്നീഷ്യനാണ്. ഞാൻ പഠിച്ച സമയത്ത് ആ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ പാസ്സാവാൻ ദൈവം എനിക്കിടയാക്കി. ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഡെൻ്റൽ വിപണി എത്ര വലിപ്പമുള്ളതാണ്? വളരെ വളരെ വലുതാണ്. എനിക്ക് എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000 കോടി രൂപയുടെ ഡെൻ്റൽ ലാബ് ബിസിനസ് തന്നെ, ഒരു 5000 കോടി രൂപയുടെ ബിസിനസ്സുണ്ട് ഇന്ത്യയിൽ മിനിമം. അതിൽ ഡെൻകെയറിൻ്റെ പങ്കാളിത്തം, ഓഹരി പങ്കാളിത്തം എത്ര ശതമാനം? ഡെൻകെയറിൻ്റെ ഓഹരി പങ്കാളിത്തം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുലവും കുറച്ച് മാത്രമേ ഉള്ളൂ. ഡെൻകെയർ ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി. അതെ, കമ്പനി 50% മാർക്കറ്റ് ഇല്ല. 50%ഒന്നുമില്ല. അത് ഇല്ലെന്ന് പറയാൻ കാരണം, ഈ സെക്ടർ മുഴുവൻ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അതായത് ഒരു വീടിൻ്റെ ഒരു മുറിക്കകത്ത് 2 പേര് വെച്ചോണ്ട്, 5 പേര് വെച്ചോണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ കടമുറി മാതിരി തുടങ്ങി അതിനകത്ത് അങ്ങനെ ചെറിയ ചെറിയ ധാരാളം സ്ഥാപനങ്ങളുണ്ട്.
പക്ഷേ ധൻകേർ പോലെ ഇത്ര വലിയൊരു സ്ഥാപനത്തോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാർ, ഇത് കള്ളനോട്ടും നല്ല നോട്ടും പോലെ തന്നെയാണ്. തിരിച്ചറിയാൻ പറ്റില്ല. അവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. കറക്റ്റ്. ഏതാനും നാൾ കഴിയുമ്പോഴാണ് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു 10 വർഷം നിലനിൽക്കുമെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അതൊരു മിനിമം 25 വർഷം കഴിഞ്ഞാലും അതിനകത്തൊരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റോ മെറ്റീരിയലിൻ്റെ സെലക്ഷൻ. ഇപ്പം ഞാൻ പറയാം, അലൈനർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഡോക്ടർ തന്നെ മുംബൈയിൽ വെച്ചൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ പറയുകയായിരുന്നു, കുറേ അധികം പേർക്ക് അലർജി വന്നിട്ടുണ്ട് ഈ അലൈനർ ഇട്ടിട്ട്. അത് വെറുതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വല്ല ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന, എനിക്ക് അറിഞ്ഞുകൂടാ, വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അത് പേഷ്യൻ്റെ മൗത്തിൽ ഇട്ട് കൊടുക്കുന്നു. അതുമൂലം അലർജി വരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന തെർമോ പ്ലാസ്റ്റിക് ഷീറ്റ് മാത്രം ഉപയോഗിക്കുകയുള്ളൂ. പേഷ്യൻസിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വളരെ കൃത്യമായ ഒരു തീരുമാനമാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് ഇന്ന് വരെ പോകാൻ ഇട വന്നിട്ടില്ല. ഈ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്ട്സ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലേ? അങ്ങനെയാണെങ്കിൽ അത് നിയമം മൂലം അത് നിരോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നിയമം മൂലം അത് നിരോധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതിന് വേണ്ടതായ സംവിധാനങ്ങൾ, ഇപ്പോൾ CDSCO സർട്ടിഫിക്കേഷൻ അതുള്ള സ്ഥാപനം, അത് ആദ്യമായിട്ട് ഞങ്ങൾക്കാണ് കിട്ടിയത്. ഇന്ന് ഇന്ത്യയിൽ 2-3 സ്ഥാപനങ്ങൾക്ക് മാത്രമേ ആ CDSCO സർട്ടിഫിക്കേഷൻ ഉള്ളൂ. പിന്നെ ISO സർട്ടിഫിക്കേഷൻസ്, ഞങ്ങളെ സംബന്ധിച്ച് 6ഓളം ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊന്നും നോക്കാനായിട്ടൊരു സംവിധാനം ഇല്ല എന്നുള്ളത് സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വരുന്നുണ്ട്. അതിനകത്തേക്ക് ഇത് ഉൾപ്പെടുത്താനുള്ള കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന പലതും, അതാ ഞാൻ പറഞ്ഞത്, കോയിൻ ഉപയോഗിച്ച് പോലും കോയിൻ വെറുതെ സാറിന് കോയിൻ ഉരുക്കി പല്ലുണ്ടാക്കുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് സാധാരണക്കാരെ അവെയർ അല്ല. അവർക്ക് ഇതിൻ്റെ ഗൗരവവും ഇതിൻ്റെ ആരോഗ്യത്തിന് അപകടകരമാണെന്നുള്ള വിവരവും അവർക്ക് പലർക്കും അറിയില്ലല്ലോ. ഇല്ല. ആ ഒരു അവയർനെസ് എങ്കിലും സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ? അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഉദ്യമം എന്ന നിലയിൽ ഞങ്ങൾ ഒരു മാഗസിൻ, ഡെൻകെയർ എന്ന് പറഞ്ഞ മാഗസിൻ ഞങ്ങൾ എല്ലാ ക്ലിനിക്കുകളിലും അത് കൊടുക്കാനായിട്ട് അതിൻ്റെ കാര്യപരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടേഴ്സ് തന്നെയാണ് ഇത് പറഞ്ഞ് വാസ്തവത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത്. ഇങ്ങനെ വ്യക്തമായൊരു അവയർനെസ് ഇപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ലല്ലോ. അല്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ആളുകൾ മനസ്സിലാക്കി വരുന്നതുകൊണ്ടാണ് പലരും പോയിട്ട് ഞങ്ങൾക്ക് ഡെൻകെയറിൻ്റെ തന്നെ പ്രോഡക്റ്റ് വേണമെന്ന് ചോദിച്ചു വാങ്ങിക്കാൻ. ഇപ്പം ആളുകൾക്ക് ഡെൻകെയറിൻ്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ അവരുടെ ഡെന്റിസ്റ്റിനോട് അത് ആവശ്യപ്പെടാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഡെൻകെയറിൻ്റെ പ്രോഡക്റ്റ്സ് വേണമെന്ന് ഡോക്ടേഴ്സ് തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. പേഷ്യൻസ് വന്ന് ഡെൻകെയറിൻ്റെ പ്രോഡക്റ്റ് വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനുള്ള വീഡിയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നമ്മുടെ ക്ലിനിക്കുകളിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ അതിനുള്ള ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ അതെല്ലാം അടിച്ച് വെക്കാൻ, അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതെല്ലാം അഡ്വർടൈസ് ചെയ്യാൻ പാകത്തിന് ക്ലിനിക്കുകളിൽ എന്താണ് ഡെൻകെയറിൻ്റെ പ്രോഡക്ട്സിൻ്റെ സവിശേഷതകൾ എന്താണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാളുകൾ ചോദിച്ചു വരുന്നുണ്ട്, എനിക്ക് ഡെൻകെയറിൻ്റെ തന്നെ പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു വരുന്നതായ ഒരു സാഹചര്യം ഇന്നുണ്ട്. ഏറ്റവും സേഫായ കൃത്രിമപ്പല്ല് ഏതാണ്? ഏറ്റവും സേഫ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൻ്റെ ആണോ? ഒന്നും സേഫ് അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പല്ലുകളും സേഫാണ്. അത് വിവിധങ്ങളായ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മെറ്റൽ ഞങ്ങൾ ഒരിക്കലും കൊബാൾട്ട് ക്രോം മെറ്റലും അതുപോലെ ടൈറ്റാനിയം മെറ്റൽ, ഈ 2 മെറ്റൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഗോൾഡ്, ഓർണമെൻ്റൽ ഗോൾഡ് കൊണ്ട് പല്ലുണ്ടാക്കാം. പിന്നെ പ്രഷ്യസ് അലോയ് എന്ന് പറഞ്ഞ മറ്റൊരു ഒരു മെറ്റലുണ്ട്, ഒരു അലോയ് ഉണ്ട്, പ്രീഷ്യസ് അലോയ്. അത് സ്വർണ്ണ കളറ് തന്നെയാണ്, ഗോൾഡിൻ്റെ കളറാണ്. പക്ഷെ അതിനകത്ത് മറ്റേ സെറാമിക് ബോണ്ട് ചെയ്യാനുള്ള ചില ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ സിർക്കോണിയം ഓക്സൈഡ്, അത് റേഡിയേഷൻ അല്പം പോലും ഇല്ലാത്ത ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള സിർക്കോണിയം ഓക്സൈഡാണ് ഡെൻകെയർ യൂസ് ചെയ്യുകയുള്ളൂ. ലോകത്തിലേക്ക് തന്നെ അത് മുഴുവൻ ഡെൻകെയർ സിർക്കോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോസോ എന്ന് പറഞ്ഞ ഒരു പൗഡർ കൊണ്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിർക്കോണിയ. അതുപോലെ തന്നെ ലിത്തിയം ഡൈസിലിക്കേറ്റ് ഒരു ഗ്ലാസ് സെറാമിക്കാണ്, ഗ്ലാസ് മെറ്റീരിയൽ, അത് ഉപയോഗിച്ച് പല്ലുണ്ടാക്കുന്നുണ്ട്.
അതുപോലെ തന്നെ സെറാമിക് ഉപയോഗിച്ച് പല്ലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ലൈറ്റ് ക്യൂർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമ്പസിറ്റ് വെച്ച് പല്ലുണ്ടാക്കുന്ന സംവിധാനമുണ്ട്. പീക്ക് എന്ന് പറഞ്ഞ മറ്റൊരു മെറ്റീരിയൽ വെച്ച് പല്ലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ പുതിയ ഗ്രാഫൈറ്റ് വെച്ച് പല്ലുണ്ടാക്കുന്ന സംവിധാനമുണ്ട്. ഇങ്ങനെ അനേകം വിവിധങ്ങളായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് പല്ലുണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇപ്പോൾ മെറ്റൽ കൊബാൾക്കോമിൻ്റെ മറ്റേ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ടൈറ്റാനിയം ഉപയോഗിച്ചാൽ, ടൈറ്റാനിയം വളരെ വെയിറ്റ് കുറഞ്ഞൊരു അലോയാണ്, അത് ഉപയോഗിച്ച് പല്ലുണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയ പല്ല് ഏതാ? എത്ര രൂപയാകും? ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വളരെ എക്സ്പെൻസീവ് ആണല്ലോ. ആ ഗോൾഡിനേക്കാൾ ഒരു 3 ടൈംസ് എക്സ്പെൻസീവാണ് പ്രഷ്യസ് അലോയ്. അത് 1 ഗ്രാമിന് ഇപ്പോൾ ഗോൾഡിന് എൻ്റെ വില, അതിനേക്കാൾ ഒരു 2 to 3 ടൈംസ് അല്ല, 2 ടൈംസ് എക്സ്പെൻസീവാണ് പ്രഷ്യസ് അലോയ്. ഇതെല്ലാം ഉപയോഗിച്ച് പല്ലുണ്ടാക്കുക. അത് എത്ര രൂപ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വെയിറ്റിനനുസരിച്ചാണ് അതിൻ്റെ എല്ലാം. അത് 1 ഗ്രാമിന് ഇത്ര എന്ന് വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്ന ഫീസും കൂടെ കൂടിയാണ് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. സ്വർണ്ണപ്പല്ല് സേഫ് ആണോ? സ്വർണ്ണപ്പല്ല് അതിന് തേയ്മാനം കൂടുതലാണ്. സേഫ്റ്റി ഒരു കുഴപ്പമില്ല, സേഫാണ്, പക്ഷേ അതിന് തേയ്മാനം കൂടുതലാണ്. അതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലുണ്ട്, വെയിറ്റ് കൂടുതൽ വരും. ശരി. ഡെൻകെയറിൻ്റെ അടുത്ത വളർച്ചയുടെ ഘട്ടം എന്താണ്? അടുത്ത വളർച്ചയുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ 10 യൂണിറ്റ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. എല്ലാ സ്റ്റേറ്റിലും സ്ഥാപനങ്ങൾ തുടങ്ങുക. 2030 മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് 30 യൂണിറ്റുകളെങ്കിലും സ്ഥാപിക്കുക എന്നുള്ളത് ഡെൻകെയറിൻ്റെ അടുത്ത ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോയി. കഴിഞ്ഞ വർഷം ICICI വെഞ്ചർ ക്യാപിറ്റൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. IPOയ്ക്ക് പോകാൻ സാധ്യതയുണ്ടോ? 2029 ഞങ്ങൾ IPOയ്ക്ക് പോകും. IPO ഫയൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2030 ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഡെൻകെയർ മാറും. പേപ്പർ വർക്കൊക്കെ തുടങ്ങിയോ? അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ICICI വെഞ്ചർ ക്യാപിറ്റലുമായിട്ട് അവർക്ക് ഇക്വിറ്റി കൊടുക്കാൻ ഇടയായത്. 2030 ലിസ്റ്റ് ചെയ്യും. വെരി ഗുഡ്. ഇപ്പോൾ ലോകത്തെ 2ാമത്തെ കമ്പനിയാണ് ഡെൻകെയർ. അതെ. 1ാമത്തെ കമ്പനി ആവാൻ എത്ര സമയമെടുക്കും ഇനി? 1ാമത്തെ കമ്പനി ആകാമെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയിലാണ്. അത് ആ കമ്പനി തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 60 വർഷത്തോളമായി. അവിടുത്തെ രീതി പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല. അവിടുത്തെ ചാർജ് ഇവിടത്തേക്കാൾ ഒരു 7-8 ടൈംസ് കൂടുതലാണ് ഡെൻ്റൽ ലാബുകൾ ചാർജ് ചെയ്യുന്നത്. നമുക്ക് ആ അമേരിക്കൻ മാർക്കറ്റെല്ലാം കേറ്റർ ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് അവരുടെ മുകളിലെത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ ക്വാളിറ്റിയിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അവരുടെ സ്ഥാപനം സന്ദർശിച്ചിരുന്നു. അവരുടെ ക്ഷണമനുസരിച്ചാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഡെൻകെയർ ലോകത്തിൽ നിന്ന് ഏറ്റവും നല്ല പല്ലുണ്ടാക്കി കൊടുക്കുന്ന ക്വാളിറ്റിയിൽ ഡെൻകെയർ നമ്പർ 1 ആണെന്നുള്ളൊരു വലിയൊരു ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞാൻ തിരികെ വന്നത്. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലാണ് ആ സ്ഥാപനം. അവിടെ 5000 എംപ്ലോയീസ് ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. ക്വാളിറ്റിയിൽ ഡെൻകെയർ ഇന്ന് 1ാം സ്ഥാനത്താണെന്നുള്ള ആ ഒരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് ഞാൻ തിരികെ വന്നത്. അവരുടെ പ്രോഡക്റ്റ് കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ഈ പല്ലിന് കമ്പി ഇടുന്നത് പണ്ട് മുതലേ നിലവിലുള്ളൊരു രീതിയാണല്ലോ. അതിന് കട്ടയൊക്കെ വെച്ചിട്ടാണല്ലോ പല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരമുള്ള എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്ലിയർ അലൈനർ എന്ന് പറയും. ഡെൻകെയർ അലൈനർ അലൈൻ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ഇരിക്കുന്ന പല്ലുകളും നമുക്ക് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. ആ ഷീറ്റ് വെച്ച് തെർമോപ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് അത് വെച്ച് ചെയ്യുന്ന ഒരു സംവിധാനം. അത് പല്ല് എങ്ങനെ നിരതെറ്റിയ പല്ലുകളും ശരിയാക്കിയെടുക്കാം. എല്ലാം ശരിയാക്കാൻ നല്ല പറഞ്ഞത്. ചിലർ എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ ആളുകളെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ചിലതെല്ലാം കമ്പി കെട്ടിയാൽ മാത്രമേ ശരിയാവുള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് കേസ് ഓർത്തോ ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ ശരിയാവുള്ളൂ. എന്നാൽ ഇത് അലൈനർ ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കാൻ പറ്റുന്ന ഒരുപാട് സാങ്കേതിക വിദ്യ ഇപ്പോൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരി. ഈ കൂർക്കം വലിക്ക് പല്ല് വയ്ക്കുന്ന ഒരു പരിഹാരമുണ്ടോ? കൂർക്കം വലിക്ക് ശാശ്വതമായൊരു പരിഹാരം ഈ അടുത്തയിട ഒരു വർഷം മുമ്പ് ഞങ്ങളതിവിടെ ഇവിടെ കൊണ്ടുവന്നു. ഡ്രീം വെൻ്റ് എന്നാണ് ആ സംവിധാനത്തിൻ്റെ പേര്. അത് ഡ്രീം വെൻ്റ് ഒരുപടി ഇപ്പോൾ വളരെ അങ്ങ് ഇതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്. പല കുടുംബങ്ങളിലും അസമാധാനം ഉണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യയ്ക്കും ഭർത്താവ് ഈവൻ അതുമൂലം ഡൈവേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്.
രാത്രി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിനാണ് ഞങ്ങൾ ഡ്രീം വെൻ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവന്നത്. സുദീർഘമായ ബിസിനസ് ജീവിതത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ പുരസ്കാരങ്ങളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്? ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് APJ അബ്ദുൽ കലാം മുൻ പ്രസിഡൻ്റായി നിന്ന് കിട്ടിയത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും മുൻ മുഖ്യമന്ത്രിയുടെയും എല്ലാം അങ്ങനെയായി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശരി, പുതിയതായി ബിസിനസ് തുടങ്ങാൻ വരുന്ന, കേരളത്തിൽ ബിസിനസ് ആരംഭിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പുതുതായി ബിസിനസ് തുടങ്ങുന്നവരോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു 10 കൽപ്പനകൾ എന്നുള്ള രീതിയിൽ പറയാനായിട്ട്, ഒന്ന്, ഒരു ബിസിനസ്സുകാരൻ എന്നും ഒരു ഓണ്ടർപ്രണർ എന്നും ഒരു അച്ചടക്കമുള്ള ജീവനക്കാരനായിരിക്കണം. കൃത്യസമയത്ത് വരണം, വന്നാൽ മറ്റ് ജീവനക്കാർ പഞ്ച് ചെയ്യും പോലെ തന്നെ പഞ്ച് ചെയ്യണം. ശമ്പളം മേടിച്ച് മാത്രമേ ജീവിക്കാവൂ. ഒരിക്കലും ബിസിനസ്സിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യരുത്. തുടങ്ങുമ്പോഴുള്ള ഉത്സാഹം, അതേ ഉത്സാഹം എന്നാണോ ബിസിനസ്സിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് പോകുന്ന അന്ന് വരെ ഉണ്ടായിരിക്കണം. സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും, അത് കൃത്യമായി പറഞ്ഞാൽ ഒരു നദിയും അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൻ്റെ മുകളിലേക്ക് ഒഴുകില്ല, താഴേക്ക് ഒഴുകുള്ളൂ. ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഏതെങ്കിലും ഞാൻ ഇവിടെ പ്രാവർത്തികമാക്കാൻ പറഞ്ഞാൽ അത് തലകുലുക്കി അവർ കേൾക്കുമെങ്കിലും ഉള്ളം കൊണ്ട് അവർ അംഗീകരിക്കില്ല. അപ്പോൾ നാം ഒരു മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം. അടുത്ത കാര്യം, ഒരിക്കലും വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന, വരവറിഞ്ഞ് മാത്രമേ ചിലവാക്കാവൂ. എന്നും സമചിത്തതയോടെ ഏത് പ്രശ്നത്തെ നേരിടാനുള്ള മനസ്സ്, അത് രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെൻകെയർ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരോടും ഒരേ സമചിത്തതയോടെ, എല്ലാ രാഷ്ട്രീയക്കാരോടും ഞാൻ സമദൂര സിദ്ധാന്തം, നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്യാതെ, തന്നെയല്ല ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് കാര്യവും എപ്പോൾ വന്ന് നോക്കി പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ്. മുനിസിപ്പൽ അധികൃതരുണ്ട്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പരിശോധിക്കാനും അവരുടെ അധികാര പരിധി എന്താണെന്ന് അറിഞ്ഞ് അതെല്ലാം മനസ്സിലാക്കി തന്നെ നാം പ്രവർത്തിച്ചില്ലെങ്കിൽ അതെല്ലാം ബിസിനസ്സിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാറ്റിലുപരിയായി സമാധാനമായൊരു കുടുംബജീവിതം, അത് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യമാണ്. കുടുംബത്തിലൊരു സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാം എന്നും കുടുംബത്തെ ശ്രദ്ധിക്കാനും എല്ലാം നാം പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പുതിയ ബിസിനസ്സുകാരോട് പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണോ? തീർച്ചയായിട്ടും അതെല്ലാം സ്വന്തം ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഡെൻകെയർ എത്രയും വേഗം 1ാം സ്ഥാനത്തെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.